പടനിലങ്ങളേറെ താണ്ടി വന്ന കൂട്ടരെ നമ്മൾ വടിയടിച്ചു വൻകടൽ പിളർത്തതെങ്ങനെ? ഉടയവന്റെ വാക്യമുള്ളിൽ വന്ന കൂട്ടരെ നമ്മൾ ഉലകിതേറ്റെടുക്കുവാതിരിപ്പതെങ്ങനെ? ഉലകിതേറ്റെടുക്കുവാതിരിപ്പതെങ്ങനെ? പടനിലങ്ങളേറെ താണ്ടി വന്ന കൂട്ടരെ നമ്മൾ വടിയടിച്ചു വൻകടൽ പിളർത്തതെങ്ങനെ? ഉടയവന്റെ വാക്യമുള്ളിൽ വന്ന കൂട്ടരെ നമ്മൾ ഉലകിതേറ്റെടുക്കുവാതിരിപ്പതെങ്ങനെ? ഉലകിതേറ്റെടുക്കുവാതിരിപ്പതെങ്ങനെ? കൂരിരുട്ടുമൂടിയ ചരിത്രസന്ധിയിൽ നമ്മൾ നട്ട തൂവെളിച്ചമാൽ പകൽ പിറന്നതും കാരിരുമ്പിനാൽ ഭരിച്ച ജാഹിലിയ്യത്തിൻ നീചകോട്ടകൾ തകർത്തു നമ്മൾ നേർത്തെളിച്ചതും. കൂരിരുട്ടുമൂടിയ ചരിത്രസന്ധിയിൽ നമ്മൾ നട്ട തൂവെളിച്ചമാൽ പകൽ പിറന്നതും കാരിരുമ്പിനാൽ ഭരിച്ച ജാഹിലിയ്യത്തിൻ കോട്ടകൾ തകർത്തു നമ്മൾ നേർത്തെളിച്ചതും. കഥകളായി പൊടി പിടിച്ചമർന്നതെങ്ങനെ? പിന്നെ പുതിയ പോരിടങ്ങളിൽ ജയിപ്പതെങ്ങനെ? പടനിലങ്ങളേറെ താണ്ടി വന്ന കൂട്ടരെ നമ്മൾ വടിയടിച്ചു വൻകടൽ പിളർത്തതെങ്ങനെ? ഉടയവന്റെ വാക്യമുള്ളിൽ നിന്ന കൂട്ടരെ നമ്മൾ ഉലകിതേറ്റെടുക്കുവാതിരിപ്പതെങ്ങനെ? ഉലകിതേറ്റെടുക്കുവാതിരിപ്പതെങ്ങനെ? പീഡിതന്റെ മോചനത്തിനായി വരുന്നിതാ, നാടിൻ കൊടുമകൾ തകർത്തു നമ്മൾ മുന്നിടുന്നിതാ. കാലം നമ്മെ കാത്തിരിക്കയാണു കൈകളിൽ, നേരിൻ കൊടിയുയർത്തി വൈരിയെ തുരത്തിടുന്നിതാ. പീഡിതന്റെ മോചനത്തിനായി വരുന്നിതാ, നാടിൻ കൊടുമകൾ തകർത്തു നമ്മൾ മുന്നിടുന്നിതാ. കാലം നമ്മെ കാത്തിരിക്കയാണ് കൈകളിൽ, നേരിൻ കൊടിയുയർത്തി വൈരിയെ തുരത്തിടുന്നിതാ. കഥകളായി പൊടി പിടിച്ചമർന്നു പോയവർ പിന്നെ പുതിയ പോരിടങ്ങളിൽ ജയിപ്പതെങ്ങനെ? പടനിലങ്ങളേറെ താണ്ടി വന്ന കൂട്ടരെ നമ്മൾ വടിയടിച്ചു വൻകടൽ പിളർത്തതെങ്ങനെ? ഉടയവന്റെ വാക്യമുള്ളിൽ വന്ന കൂട്ടരെ നമ്മൾ ഉലകിതേറ്റെടുക്കുവാതിരിപ്പതെങ്ങനെ? ഉലകിതേറ്റെടുക്കുവാതിരിപ്പതെങ്ങനെ? പടനിലങ്ങളേറെ താണ്ടി വന്ന കൂട്ടരെ നമ്മൾ വടിയടിച്ചു വൻകടൽ പിളർത്തതെങ്ങനെ? നമുക്കറിയാവുന്ന ഒരു സന്ദേശം വീണ്ടും നമ്മുടെ മനസ്സിൽ ഉണർത്തുന്നതിനു വേണ്ടി ഒരു പുതുമയാർന്ന പരിപാടിയാണ് അബ്ബാസിയയുടെ തെരുവീഥികളെ പുതിയ പുളകമണിയിച്ചുകൊണ്ട് ഇവിടെ പൂർത്തീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു ക്യാമ്പയിനിന്റെ ഭാഗമായി, ആ ക്യാമ്പയിനിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിഭീകരമായ അതിദയനീയമായ അരാജകാവസ്ഥയിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തേണ്ട അനിവാര്യത നമ്മളെ എല്ലാവരെയും ബോധ്യപ്പെടുത്തുക എന്നതാണ് ഈ കൂട്ടയോട്ടം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ തലത്തിൽ ഈ സന്ദേശവുമായി സഹകരിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന, ഇത്തരം സാമൂഹിക തിന്മകളിൽ വിധേയരായിരിക്കുന്ന ആളുകൾക്ക് സ്വയം വിരമിക്കാൻ ഇതൊരു കാരണമാകുമെന്ന്, ഇതൊരു പ്രചോദനമാകുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലും നിങ്ങളുടെ പരിചയക്കാരിലും നമുക്കറിയാവുന്നവരിലും പ്രയാസപ്പെടുന്നവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി, സഹായിക്കുന്നതിന് വേണ്ടി വ്യത്യസ്ത പ്രവാസി സംഘടനകൾ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യാറുണ്ട്. എന്നാൽ അകപ്പെട്ട് രക്ഷപ്പെടുത്തുന്നതിന് പകരം, പ്രയാസത്തിന്റെ കെണിയിൽ വീണതിന് ശേഷം അയാൾക്ക് വേണ്ടി പിരിവടിക്കുന്നതിന് പകരം
അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ അകപ്പെടാതിരിക്കാനുള്ള, അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ അകപ്പെടുന്നതിന് മുമ്പ് അയാളുടെ ജീവനെയും അയാളുടെ ആരോഗ്യത്തെയും അയാളുടെ ജോലിയെയും അയാളുടെ അഭിമാനത്തെയും രക്ഷിക്കുക എന്ന വളരെ മഹത്തായ ഒരു ദൗത്യമാണ് ഈ സമരത്തിലൂടെ, ഈ സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് കൈമാറുന്നത്. രോഗം കൊണ്ട്, ശരീരം കൊണ്ട് നഷ്ടപ്പെട്ട്, ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ട്, രോഗത്തിനടിമയായി, സമ്പത്ത് നഷ്ടപ്പെട്ട്, അഭിമാനം നഷ്ടപ്പെട്ട്, കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ട്, ജയിലറക്കുള്ളിൽ പോയിട്ട് നമ്മുടെ സഹോദരന്മാർ കഷ്ടപ്പെട്ട് അതിനുശേഷം അവരെ സഹായിക്കുന്നതിന് പകരം ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്, എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഇതൊരു കൂട്ടയോട്ടം, ഒരു സംഘടനയുടെ ശ്രമം മാത്രം ഉണ്ടാവേണ്ടതല്ല, മറിച്ച് എല്ലാവരും ഒത്തുചേർന്ന് മുന്നോട്ട് വരണം. ഓരോരുത്തർക്കും എന്താണോ ചെയ്യാൻ കഴിയുക അത് ചെയ്യുക. വിരമിച്ചു നിൽക്കേണ്ടവർ വിരമിക്കുക, മറ്റുള്ളവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടവർ പിന്തിരിപ്പിക്കുക. ഇതിനോട് കൂടെ നിന്നുകൊണ്ട് ഈ മുന്നേറ്റത്തിന് ശക്തി പകർന്നുകൊണ്ട് ഇതിനെ വിജയിപ്പിക്കുക. എല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കണമെന്ന്, കൂടെ നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.